ഒരാളെ 3 യുവാക്കൾ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അണിയൂർ ചെമ്പഴുതി റോഡിൽ ഈ മാസം 4-ന് ഗാന്ധിപുരം സ്വദേശി അഡിൻദാസിന് മർദ്ദനമേൽക്കുന്നതാണ് ദൃശ്യങ്ങൾ. ചന്തവിള സ്വദേശി നിതിൻ, അണിയൂർ സ്വദേശികളായ ഷിജിൻ, അജിൻലാൽ എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. പൊട്ടി കയ്യിലുള്ള പൈസയും പിടിച്ചതാണ്. പിന്നെ എന്നെ അടിക്കുകയും ചെയ്തു. അടിയിൽ തലയിൽ അടി കിട്ടിയതാണ് എനിക്ക്. പിന്നെ ആ ബോധവും പോയി. ഞാൻ പിന്നെ കുറെ നേരം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പിന്നെ നടന്നു. അത് കുറെ ദൂരം വന്നപ്പോഴാണ് പെട്ടെന്ന് നെഞ്ചിൽ കൈ വെച്ച് നോക്കിയപ്പോൾ മാലയര. ഞാൻ തിരിച്ചു പോകാൻ നോക്കി. ആരെ വീട്ടിൽ പോയി 2 ദിവസം കിടന്ന ഒരു ഇതൊക്കെ. കെയർ സാജു ചേരുന്നു. സാജു, ഇതെന്താണ് സംഭവം? എപ്പോഴായിരുന്നു? പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? 4-ാം തീയതി വൈകുന്നേരം 3 മണിക്കായിരുന്നു തിരുവനന്തപുരം അണിയൂർ ചെമ്പഴന്തി റോഡിൽ വെച്ച് ഈ സംഭവം നടന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പോലീസ് ഇതാരാണ് എന്ന് അന്വേഷിച്ച് ഇടപെടൽ നടത്തിയത്. ചെമ്പഴന്തി അണിയൂരിൽ വെച്ച് ഗാന്ധിപുരം സ്വദേശി അഡ്ഡുൻ ലാസിനാണ് എന്ന മധ്യവയസ്കരാണ് മർദ്ദനം ഏറ്റത്. 3 യുവാക്കളാണ് മർദ്ദിച്ചത്. അഡ്ഡുൻ ലാസ് പറയുന്നത് ഈ 3 യുവാക്കൾ മദ്യലഹരിയിലായിരുന്നു. ഇവർ തന്നോട് പണം ചോദിച്ചു അതുവഴി പോകുമ്പോൾ, എന്നാൽ അത് കൊടുക്കാതിരുന്നതിനെ തുടർന്നാണ് ഇവർ തന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്തത് എന്നാണ് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ. തറയിലിട്ട് ചവിട്ടുകയും അതുപോലെ ചെരുപ്പും മടലും കൊണ്ട് അടിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ ഉണ്ട്. മറ്റാരോ പകർത്തിയ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷിക്കുകയും അഡ്ഡിൻ ലാസിന്റെ പരാതി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ചന്തവിള സ്വദേശി നിതിൻ, അണിയൂർ സ്വദേശികളായ ഷിജിൻ, അജിൻ എന്നിവരെ കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അഡ്ഡിൻ ലാസ് പറയുന്നത് തന്റെ കയ്യിലുണ്ടായിരുന്ന 1800 രൂപ ഇവർ തട്ടിപ്പറിച്ചു. ഒപ്പം തന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും ഇവർ കവർന്നു എന്നാണ് അഡ്ഡിൻ ലാസ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഇയാൾക്കെതിരെ രൂക്ഷമായ അസഭ്യം ഈ ചെറുപ്പക്കാർ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ധന്യ. ശരി.